ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനിക്കിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സ് 1 മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അവൻ്റെ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ടത് വണ്ണോ കാര്യങ്ങളൊന്നും അല്ല, അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ആയിരിക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവൻ ഒരു 8, 8:30, 9 മണി ആ ഒരു ടൈമിൽ അവൻ എണീക്കും. അപ്പം കുട്ടികൾ സ്കൂളിൽ പോകുന്ന നേരമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 9 മണിക്കുള്ളിൽ അവൻ എണീക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എണീച്ചപ്പോൾ തന്നെ അവൻ്റെ കുപ്പിയിൽ ഞാൻ ഇതേപോലെ വെള്ളം കൊടുക്കാറുണ്ട്. വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, പക്ഷേ നിർബന്ധിച്ച് പുറത്ത് കൊണ്ടുനടന്നിട്ടൊക്കെ ആണെങ്കിലും മക്കളായാലും കൊണ്ടുനടന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ അവനെ പല്ലൊക്കെ തേച്ചൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആക്കിയതിന് ശേഷം ഇതേപോലെ ചായ, ഒരു 1/2 ഗ്ലാസ് ചായ ഇതേപോലെ കൊടുക്കുമ്പോൾ റസ്ക് മുക്കി അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ മുക്കി കഴിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ആൾ തന്നെത്താൻ കഴിച്ചോളും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എപ്പോഴും നമ്മൾ അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുക. വെള്ളം അവർ തന്നെ കുടിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ നിർബന്ധിച്ചിട്ട് ഒക്കെ ആണെങ്കിലും നമ്മൾ അവരെ കൊണ്ട് വെള്ളം നന്നായിട്ട് കുടിപ്പിക്കണം. പിന്നെ ഒരു 9:30, 10 മണി ആ ഒരു ടൈമിനുള്ളിലായിരിക്കും ഞാൻ മോർണിംഗ് ഫുഡ് എൻ്റെ മോനിക്ക് കൊടുക്കുന്നത്. അത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ മാത്രം കൊടുക്കാറുള്ളൂ. അപ്പം, ഇടിയപ്പം, പിന്നെന്താ പുട്ട് ഉണ്ടാക്കിയാൽ അവൻ കഴിക്കാറില്ല. പുട്ടുണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാനവന് കുറുക്കാണ് കേട്ടോ കൊടുക്കാറ്. കുറുക്ക് നമ്മുടെ റാഗിപ്പൊടിയുടെ കുറുക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അമൃതം പൊടി ഇതൊക്കെയാണ് കൊടുക്കാറ്. അത് കഴിക്കാൻ മടിയായിരിക്കും. പുട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. കുറുക്ക് കഴിക്കാൻ ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാലും കൊടുക്കാറുണ്ട് ഞാൻ. നിർബന്ധിച്ചിട്ടായാലും കൊടുക്കും. എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം മൊബൈലൊക്കെ ഇങ്ങനെ ഓണാക്കി വെച്ച് കൊടുക്കും. പക്ഷേ ലാസ്റ്റ് നമുക്ക് തീരെ പറ്റാണ്ട് വരുമ്പോഴാണ് ഞാൻ മൊബൈലൊക്കെ കൊടുക്കാറ് കേട്ടോ, ഇത്തിരി നേരം. അപ്പോൾ രാവിലെ പിന്നെ അവന് ഇതേപോലെ അപ്പം ഒക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കറി ഉണ്ടെങ്കിൽ അവൻ കഴിക്കും. പക്ഷേ ഇന്നലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനൊരു ഇത്തിരി മടിയാണ്. കറി ഇട്ടെങ്കിൽ ആ ഒരു എരിവ് പുളി ഇങ്ങനെ അവർക്ക് തട്ടുമ്പോൾ അവർ കഴിച്ചു പോകും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് എരിവൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം. ചില കുട്ടികൾ ഇപ്പോൾ 5, 6 വയസ്സുള്ള മിക്ക കുട്ടികളും എരിവ് കഴിക്കാൻ, എൻ്റെ മൂത്ത 2 കുട്ടികൾക്ക് എരിവ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു 11 മണിക്ക് ശേഷം ഞാൻ ഇതേപോലെ ചെറിയ എന്തെങ്കിലും ഫ്രൂട്ട്സ് 1-2 ഐറ്റം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏത്തപ്പഴവും ആപ്പിളുമാണ്. അപ്പോൾ അതിൽ നിന്ന് രണ്ടിനും ഒരിത്തിരി കഷ്ണം ഞാൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളൊന്നും അവർ കഴിക്കുമെന്നില്ല, പക്ഷേ എന്നാലും അതങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ളിൽ ചെല്ലാണെന്നുണ്ടെങ്കിൽ അതാണല്ലോ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ടാണ്, ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പുറത്തൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും കാണിച്ചും ഇതാക്കിയിട്ടൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവൻ ഉണർന്നിരിക്കുന്ന ആ ഒരു ടൈമിൽ ഇവൻ്റെ കൂടെ തന്നെയാണ് ഫുള്ള് സ്പെൻഡ് ചെയ്യാറ്. കാരണം ആളൊരിത്തിരി വികൃതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പണികളൊക്കെ ഒരുവിധം രാവിലെ തന്നെ എണീച്ച് ഞാൻ ഒതുക്കി വയ്ക്കാറാണ് പതിവ്. അവർ രണ്ടാളും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും തന്നെയുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 1:30 മണിയൊക്കെ ആകുമ്പോൾ ആൾക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചോറ് ചോദിച്ചിട്ടുള്ള ബഹളമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് ഇതുപോലെ ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കാറ്. അവർ ചെറിയ ചൂടുണ്ടെങ്കിൽ ചോറ് വേഗം വേഗം കഴിക്കും. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നത് ബീഫാണ്. അപ്പോൾ ബീഫ് ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ചോറ് കൊടുക്കുമ്പോഴും ചെറിയൊരു എരിവോട് കൂടി, ഇപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ മീൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ മീനിൻ്റെ ചാറൊന്ന് ഇറ്റിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേഗം വേഗം കഴിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാകും. നമ്മൾ ചെറുപ്പത്തിലെ തന്നെ എരിവ് കുട്ടികൾക്ക് മാക്സിമം ചെറിയ രീതിയിലൊക്കെ കൊടുത്തു തുടങ്ങണം. അതേപോലെ പച്ചക്കറികൾ നല്ല രീതിക്ക് തന്നെ കുട്ടികൾക്ക് കൊടുക്കണം. ഈ ഒരു പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രായത്തിൽ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ മിക്കവാറും തന്നെ പച്ചക്കറികളോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാകും. ഇല്ലെങ്കിൽ കുട്ടികൾ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ രീതിയിൽ TV ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ചെറിയ എന്തെങ്കിലും ഇതേപോലെ ഉള്ള കുട്ടികളുടേതായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ ചോറ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ അതൊക്കെ കണ്ടിട്ടാണ് ചോറ് കഴിക്കാറ്. അതിന് ശേഷം ഒരു 2 മണി 2:30 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആൾ ഒന്ന് ഉറങ്ങാൻ കയറും. അപ്പോൾ ഉറക്കം നമ്മുടെ കുട്ടികൾക്ക് മസ്റ്റാണ്. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ, അതായത് ഇവൻ 1 വയസ്സ് 1.5 വയസ്സ് ആ ഒരു ടൈമിലൊക്കെ 2 നേരം ഉറങ്ങുമായിരുന്നു. രാവിലെയും ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുമായിരുന്നു. ഉറക്കം കുട്ടികൾക്ക് മസ്റ്റാണ്. നമ്മൾ പകൽ എന്തായാലും ഒരു നേരമെങ്കിലും കുട്ടികളെ, ഇപ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 2 നേരമെങ്കിലും ഉറക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അവനൊരു 4, 4:30, 5 മണി, അതായത് മറ്റ് 2 ആൾ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു ടൈമിൽ അവൻ എണീക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ പാല് നല്ല കട്ടി കുറച്ചിട്ട് പനം കൽക്കണ്ട ഇട്ടിട്ടാണ് ഞാൻ
പാല് തിളപ്പിച്ചിട്ട് അവന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക, അവൻ്റെ പാല് കൂടി നിർത്തിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഒരു സമയം ഞാനിങ്ങനെ പാലവന് കൊടുക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് പഞ്ചസാര ഇടാറില്ല, പനങ്കൽക്കണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് കഫക്കെട്ടിനൊക്കെ വളരെ നല്ലതാണ് പനങ്കൽക്കണ്ടം. പിന്നെ മിഠായി ചോദിക്കുന്ന സമയത്തൊക്കെ ഞാൻ പനങ്കൽക്കണ്ടം എടുത്ത് കൈ കൊടുക്കാറുണ്ട്. ചില സമയത്ത് അവന് മിഠായിനോട് ഭയങ്കര ഇതാണ്, അപ്പോൾ മിഠായി ചോദിക്കുമ്പോൾ പനങ്കൽക്കണ്ടം കൈ കൊടുക്കും. പിന്നെ ഇതേപോലെ ഞാൻ ഏത്തപ്പഴം ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് നെയ്യിൽ വാട്ടിയെടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, ഇതൊക്കെ കഴിക്കാൻ നല്ല മടിയാണ്. പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ കൊണ്ടു നടന്ന് ഇങ്ങനെ കൊടുക്കും. പിന്നെ ഒരു 6 മണിക്ക് ശേഷം ഞാൻ അവന് കട്ടിയായിട്ടുള്ള ആഹാരങ്ങളൊന്നും കൊടുക്കാറില്ല. പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ പഴം പുഴുങ്ങിയത് കൊടുക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതൊക്കെയാണ് കൊടുക്കാറ്, ഇല്ലെങ്കിൽ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ രാത്രി ഒരു 8:30-9 മണിക്കുള്ളിൽ രാത്രിയിലെ ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും ആ ഒരു സമയത്ത് നല്ല അത്യാവശ്യം വിശപ്പ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ചോറ് കൊടുത്താൽ അതങ്ങനെ കഴിക്കും. അതിന് ശേഷം പിന്നെ മേലൊക്കെ കഴിച്ച് ഞാൻ ആളെ ഉറക്കാറാണ് പതിവ്. അപ്പോൾ ഇന്നലെ വീട്ടിലെ അടുത്തുള്ള ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം കേക്ക് ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ആളൊറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ്, ആർക്കും കൊടുക്കാണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മോൻ്റെ ഫുഡ് റൊട്ടീൻ ഒരു ദിവസം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കുക, അതാണ് ഏറ്റവും അത്യാവശ്യം അവർക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.